പങ്കെടുക്കുന്ന സൃഷ്ടികൾ വളരെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ്. ആനകളെ പറ്റിയുള്ള ഒരു കാർട്ടൂൺ പുസ്തകം ഒരു ആനയെ കൊണ്ട് പ്രകാശനം ചെയ്യിക്കുന്നു എന്നുള്ള ഒരു ചടങ്ങാണ്. ഒരുപക്ഷെ ഇത്തരത്തിൽ ആനയെ കൊണ്ട് ഇതുവരെ ആരും പ്രകാശിപ്പിച്ചായിട്ട് എനിക്ക് അറിയില്ല. പക്ഷെ ഇത്തരത്തിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള പരിപാടി മറ്റെവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് DC ബുക്സിന് ഇതൊരു പുതുമയാണ്. ആനയെ പറ്റിയുള്ള ലോക കാർട്ടൂൺ ചർച്ച ചെയ്തു, തീരുമാനിച്ചു. പിന്നീടുള്ള മാസങ്ങളിൽ ഈ പുസ്തകം തയ്യാറാക്കുന്നതിനും ഇതിനുള്ള അനുവാദം വാങ്ങിക്കുന്നതിനുമായിട്ടുള്ള കാലഘട്ടമായിരുന്നു. മലയാളിയെ സംബന്ധിച്ച് മലയാളിയുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് അങ്ങനെ നമ്മുടെ ഈ ആനയുടെ ഒരു കാർട്ടൂൺ പുസ്തകം DC ബുക്സ് ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇന്നിതിന്റെ അത് രുദ്രനെ തന്നെയായിരിക്കും. രുദ്രനെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. സുധീറിനെ പറ്റി പറയുകയാണെങ്കിൽ, സുധീർ ആദ്യം മുതലായി ഈ പുസ്തകത്തിന്റെ കാര്യത്തിൽ വളരെ ഒരു താല്പര്യത്തോടു കൂടി, ഒരുപക്ഷെ എനിക്ക് സുധീറിന്റെ മുഴുവൻ ഒരു താല്പര്യം എനിക്ക് മുഴുവനായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം അതുപോലെ സ്ഥിരമായി വിളിക്കുമായിരുന്നു. ഇതിന്റെ ഓരോ കാര്യത്തെ പുറകിൽ ഉള്ള മറ്റൊരു പ്രധാന വ്യക്തി പ്രസന്നൻ ആനിക്കാടാണ്. ഒരുപക്ഷെ ഇൻ ആക്ഷൻ പലപ്പോഴും പ്രസന്നൻ പല സമയത്തും നമ്മുടെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെന്റ് ശ്രീകുമാറും മറ്റുമായിട്ട് സ്ഥിരമായി ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല അദ്ദേഹം ഒരു വളരെ നിത്യേന എന്ന രീതിയിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരിക്കുന്ന ഞങ്ങളുടെ വായനക്കാരുണ്ട്, ഇവിടെ ഇരിക്കുന്ന വായനക്കാരുണ്ട്, എല്ലാവരെയും ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി. ആനവരെ കാർട്ടൂണുകൾ രുദ്രൻ നീരജ് ബാബു എന്ന കൊച്ചുമുടുക്കിന് നൽകിക്കൊണ്ട് പ്രകാശിപ്പിക്കുകയാണ്. തീർച്ചയായും കൊച്ചി നഗരത്തിലും നമുക്കേവർക്കും നീരജ് ബാബുവിന് ചെറിയൊരു പരിഭ്രമമുണ്ട്. ആനവരെ കാട്ടുന്നത് ഏത് പുസ്തകമാണ് പ്രകാശിപ്പിച്ചതെന്ന് ആ പുസ്തകം എടുത്തിട്ട് റിബൺ അഴിച്ച് തുറന്ന് കാണിച്ചോളൂ. ആനവരെ കാട്ടുന്നത്